നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സുധി. ഞാൻ LED സെൻറ്റർ എന്ന ഷോപ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി സീരിയൽ LED ചെയ്യുന്ന സർക്യൂട്ട് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന്. സുഹൃത്തുക്കളുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ വീഡിയോ നിർമ്മിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി നൽകാൻ ശ്രമിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഈ സർക്യൂട്ട് ഉണ്ടാക്കാൻ ആവശ്യമായ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം വേണ്ടുന്നത് ഒരു പോളിസ്റ്റർ കപ്പാസിറ്ററാണ്. അടുത്ത കമ്പോണൻ്റ് 4 ഡയോഡുകളാണ്. അടുത്തതായി നമുക്ക് വേണ്ടുന്നത് ഒരു റെസിസ്റ്ററാണ്. ഈ 3 കമ്പോണൻസിൻ്റെയും വാല്യൂ ഈ വീഡിയോയോടൊപ്പം ഞാൻ ചേർത്ത് നൽകുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഡയോഡിൻ്റെ ചിത്രമാണ്. നമ്മൾ കടയിൽ നിന്നൊരു ഡയോഡ് വാങ്ങുമ്പോൾ അത് ഇതുപോലെയാണ് ഉണ്ടാവുക. അതിൻ്റെ ഒരെൻഡിൽ ഒരു വെള്ള വരയുണ്ടാവും. താഴെ കാണുന്നത് ഡയോഡിൻ്റെ ചിഹ്നമാണ്. ഡയോഡിൻ്റെ ചിഹ്നത്തിലെ ഈ വരയുള്ള ഭാഗവും കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന ഡയോഡിൻ്റെ വെള്ള അഗ്രവും ഒന്നിനെ സൂചിപ്പിക്കുന്നു. അതായത് നെഗറ്റീവ് എഡ്ജാണത്. ഡയോഡിനെ സംബന്ധിച്ച് പൊളാരിറ്റി ഉണ്ട്, പോസിറ്റീവ്, നെഗറ്റീവ്. വെള്ള വരയുള്ള എൻഡ് നെഗറ്റീവാണ്. അതിൻ്റെ ചിഹ്നത്തിലെ വരയുള്ള ഭാഗം നെഗറ്റീവാണ്. നമ്മൾ സർക്യൂട്ടുകൾ നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് ചിഹ്നങ്ങളാണ്. ഇത് ഡയോഡിൻ്റെ യഥാർത്ഥ രൂപമാണ്. യഥാർത്ഥ രൂപത്തിലെ വെള്ള വര എന്ന് പറയുന്നത് ചിഹ്നത്തിലെ വരയുള്ള ഭാഗത്തെ, അതായത് നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നു. ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് നമ്മൾ 4 ഡയോഡുകളെ ഒരുമിച്ച് കൂട്ടി ചേർക്കാനായിട്ട് പോകുന്നത്. ഇത് ഡയോഡ് 1, ഡയോഡ് 2, ഡയോഡ് 3, ഡയോഡ് 4. ഡയോഡ് 1ൻ്റെ നെഗറ്റീവ് ഡയോഡ് 2ൻ്റെ പോസിറ്റീവിലേക്ക് കൂട്ടിപ്പിരിക്കുന്നു. ഡയോഡ് 3ൻ്റെ നെഗറ്റീവ് ഡയോഡ് 4ൻ്റെ പോസിറ്റീവിലേക്ക് കൂട്ടിപ്പിരിക്കുന്നു. അതിനുശേഷം ഡയോഡ് 1ൻ്റെയും 3ൻ്റെയും പോസിറ്റീവുകൾ കൂട്ടി യോജിപ്പിക്കുന്നു. ഡയോഡ് 2ൻ്റെയും 4ൻ്റെയും നെഗറ്റീവുകൾ കൂട്ടി യോജിപ്പിക്കുന്നു. ഇങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രാം. യഥാർത്ഥത്തിൽ ഇതെങ്ങനെയാണ് കമ്പോണൻസ് ഉപയോഗിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.
നമ്മൾ ഡയോഡ് 4 എണ്ണം കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ ഈ കാണുന്ന ഒരു സർക്യൂട്ട് നമുക്ക് ലഭിച്ചു. അതിൽ 2 വര വരുന്ന ഡയോഡിലെ ഈ മൗസ് പോയിൻ്റർ കാണുന്ന 2 വര വരുന്ന ഭാഗം പോസിറ്റീവും വരയില്ലാത്ത ഭാഗം നെഗറ്റീവുമാണ്. ഇത് LED-യിലേക്ക് സീരിയൽ സെറ്റ് ഉണ്ടാക്കിയതിന് ശേഷം LED-യിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. അതല്ലാതെ 2 എൻഡുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അതിലൊന്നിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പോളിസ്റ്റർ കപ്പാസിറ്ററിൻ്റെ എൻഡ് കണക്ട് ചെയ്യണം. മറ്റേ എൻഡിലേക്ക് നമ്മുടെ റെസിസ്റ്ററിൻ്റെ എൻഡും കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് പൂർത്തിയാവും. ഇപ്പോൾ ഈ കാണുന്നത് ഒരു പൂർത്തിയായ സർക്യൂട്ടാണ്. സീരിയൽ LED കണക്ട് ചെയ്യാനുള്ള പൂർത്തിയായ സർക്യൂട്ട്. അതിൻ്റെ ഈ കാണുന്ന എൻഡ് മൗസ് പോയിൻ്റർ വരുന്ന ഈ എൻഡ് പോസിറ്റീവാണ്. LED-യുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യണം. ഈ മൗസ് പോയിൻ്റർ കാണുന്ന എൻഡ് അത് നെഗറ്റീവാണ്. സീരിയൽ സെറ്റിലെ LED-യുടെ നെഗറ്റീവിലേക്ക് അത് കണക്ട് ചെയ്യണം. അത് തിരിച്ചറിയാനുള്ള മാർഗം ഡയോഡിൻ്റെ നെഗറ്റീവ് വരുന്ന വശം പോസിറ്റീവ് ആയിരിക്കും നമുക്ക് നൽകുന്നത്. ഡയോഡിൻ്റെ പോസിറ്റീവ് വരുന്ന വശം നെഗറ്റീവ് ആയിരിക്കും നമുക്ക് നൽകുന്നത്. മറ്റ് 2 വശത്തേക്ക് ഈ മൗസ് പോയിൻ്റർ കാണുന്ന വശത്തേക്ക് കപ്പാസിറ്ററിൻ്റെ ഒരു എൻഡും രണ്ടാമത്തെ വശത്തേക്ക് റെസിസ്റ്ററും. ഈ എൻഡിലാണ് 230 വോൾട്ട് ഫേസ് നമ്മൾ നൽകുക. റെസിസ്റ്ററിൻ്റെ ഈ എൻഡിൽ നമ്മൾ 230 വോൾട്ട് ന്യൂട്രൽ നമ്മൾ നൽകും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ സർക്യൂട്ടിൽ കാണിച്ചിട്ടുള്ള കമ്പോണൻസ് വാങ്ങുവാനായിട്ട് അല്ലെങ്കിൽ മറ്റ് LED സംബന്ധമായ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിലുള്ള നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കൊറിയർ വഴി സാധനങ്ങൾ എത്തിച്ചു തരുന്നതാണ്. വീഡിയോ പ്രയോജനപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതാണ്. നമസ്കാരം.